നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് ഒരു RSS അത്ഭുതം തന്നെ. 288 നിയമസഭാ സീറ്റുകളിൽ 230ഓളം സീറ്റുകളിലാണ് ഇപ്പോൾ BJP സഖ്യം വിജയിക്കുന്നത്. കോൺഗ്രസും ശിവസേനയും ഒക്കെ ഉൾപ്പെട്ട മുന്നണിക്ക് വെറും 55 സീറ്റിലേക്ക് കൂപ്പുകുത്തേണ്ട സ്ഥിതി. മഹായുതി എന്ന BJP മുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിൽ നിന്നാണ് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്. മഹാരാഷ്ട്ര സർക്കാരിനോട് ജനങ്ങൾക്കുള്ള എതിർപ്പുകളെക്കുറിച്ചുള്ള കൃത്യമായ വിലയിരുത്തലായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തെറ്റുതിരുത്തൽ നടപടികൾ വിജയിച്ചു എന്ന് വേണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. എല്ലാ മേഖലകളിലും വ്യക്തമായ മേൽക്കൈയോടെ ആധികാരിക വിജയമാണ് ഇപ്പോൾ മഹായുതി സാധ്യമാക്കിയത്. മഹാരാഷ്ട്രയിൽ നടന്നത് ഒരു രാഷ്ട്രീയ സുനാമി തന്നെ. 2 മുന്നണികളിലായി 6 പാർട്ടികൾ നിരന്ന മത്സരം. 2 മുന്നണികളിലും ഒരേ പ്രത്യയശാസ്ത്ര പാരമ്പര്യം പേറുന്ന രാഷ്ട്രീയ കക്ഷികൾ. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നാടകീയ സംഭവ വികാസങ്ങൾ. എല്ലാറ്റിനുമൊടുവിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡി മുന്നണിക്ക് ലഭിച്ച മുന്നേറ്റം തന്നെയാണ് അവരുടെ ആത്മവിശ്വാസം കൂടുതൽ വളർത്തിയത്. അതവർക്ക് ദോഷം ചെയ്തു. കൃത്യമായ സമയത്ത് സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കിയില്ല. വിജയസാധ്യതയുണ്ട് എന്ന് കൽപ്പിക്കപ്പെട്ട സീറ്റുകൾക്കായി പരസ്പരം മല്ലുപിടിച്ചു. ഭരണത്തിലേറും എന്ന ആത്മവിശ്വാസം അസ്ഥാനത്തായിരുന്നു എന്നവർ മനസ്സിലാക്കിയില്ല. മുഖ്യമന്ത്രി കസേരയ്ക്ക് പോലും ഭരണം ലഭിക്കുന്നതിന് മുൻപേ അവർ തമ്മിലടിച്ചു. മഹാവികാസ് അഘാഡിയിലെ രാഷ്ട്രീയ കക്ഷികൾ ആദ്യം മുഖ്യമന്ത്രി സ്ഥാനം തങ്ങൾക്ക് വേണം എന്ന അവകാശവാദം ഉന്നയിച്ചു. കോൺഗ്രസ് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റുപിടിക്കാൻ ശരത് പവാറിൻ്റെ NCP തയ്യാറായില്ല. അതേ മുദ്രാവാക്യങ്ങൾക്ക് പിന്നിൽ അണിനിരക്കാൻ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്കും കഴിഞ്ഞില്ല. ധാരാവി പുനർവികസന പദ്ധതി ചൂണ്ടിക്കാട്ടി അദാനി നൽകുന്ന വഴിവിട്ട സഹായങ്ങൾ ചർച്ചയാക്കാൻ കോൺഗ്രസ് ആഗ്രഹിച്ചു. എന്നാൽ ഇത് പവാറോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ ഏറ്റെടുത്തില്ല. മഹാരാഷ്ട്രയിലെ BJP സഖ്യമായ മഹായുതി അധികാര തുടർച്ചയിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യ മുന്നണി തകർന്നടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. എക്സിറ്റ് പോൾ ഫലങ്ങളെയും കടത്തിവെട്ടിയാണ് മഹാരാഷ്ട്രയിൽ മഹായുതി കുതിക്കുന്നത്. RSSന്റെ പരിപൂർണ പിന്തുണ ഇക്കുറി നേടിയെടുക്കാൻ കഴിഞ്ഞത് തന്നെയാണ് മഹായുതിയുടെ ഈ മാന്ത്രിക വിജയത്തിന് പിന്നിൽ. RSS നടത്തിയത് സമാനതകളില്ലാത്ത തെരഞ്ഞെടുപ്പൊരുക്കം. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം അസ്ഥിരതയും അനിശ്ചിതത്വവും കൊടികുത്തിവാണ രാഷ്ട്രീയ കാലാവസ്ഥയായിരുന്നു മഹാരാഷ്ട്രയ്ക്ക്. പരമ്പരാഗത സഖ്യങ്ങൾ താഴെ വീണു. പകരം പുതിയവ ഉദയം ചെയ്തു. കോൺഗ്രസുമായി ഒരിക്കലും കൈകോർക്കില്ല എന്ന് കരുതിയ ശിവസേന കോൺഗ്രസ് പാളയത്തിലെത്തി. ശിവസേന പിളർന്ന് ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം BJP മുന്നണിയിലേക്ക് കടന്നു ചെന്നതും നമ്മൾ കണ്ടു. ശിവസേനയെ പിളർത്തി കൂറുമാറിയ ഷിൻഡെ വിഭാഗത്തിനും NCP പിളർത്തിയ അജിത് പവാർ പക്ഷത്തിനും അതത് പാർട്ടികളുടെ ഔദ്യോഗിക ചിഹ്നവും ലഭിക്കുന്നു. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ശിവസേന സഖ്യം വീണ്ടും വിജയിച്ചു വന്നുവെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം. ദീർഘകാല സഖ്യകക്ഷികളായ ശിവസേനയും BJPയും തമ്മിൽ മാനസികമായി അകന്നു. തുടർന്ന് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ ശിവസേന കോൺഗ്രസ് മുന്നണിയിലേക്ക് കടന്നു ചെല്ലുന്നു. കോൺഗ്രസുമായും NCPയുമായും ശിവസേന കൈകോർത്തപ്പോൾ ശിവസേനയുടെ ഒരു മുഖ്യഭാഗം അടർത്തിയെടുക്കുന്നതിൽ വിജയിച്ചു BJP. കോൺഗ്രസ് NCP ശിവസേന സഖ്യം മഹാവികാസ് അഘാഡി എന്ന പേര് സ്വീകരിച്ചു. തുടർന്ന് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായി. പക്ഷേ അജിത് കുമാർ വിഭാഗത്തെ അടർത്തിയെടുത്തുകൊണ്ട് BJP മറുപടിയൊരുക്കി. ശിവസേന നേതൃത്വവുമായി അകൽച്ചയിലായിരുന്ന ഏകനാഥ് ഷിൻഡെ BJPയുമായി അടുത്തതാണ് രാഷ്ട്രീയ ഭൂകമ്പങ്ങൾക്ക് പിന്നെ കാരണമായത്. തൻ്റെ അനുയായികളായ MLAമാരുമായി ഷിൻഡെ ശിവസേന വിട്ട് BJPയുമായി ചങ്ങാത്തത്തിലായി. ഷിൻഡെയുടെ നീക്കം വലിയ പ്രകമ്പനങ്ങളാണ് സൃഷ്ടിച്ചത്. ഇതോടെ മഹാവികാസ് അഘാഡി സർക്കാർ ന്യൂനപക്ഷമായി മാറി. ഉദ്ധവ് താക്കറെ രാജിവെക്കുകയും പകരം ഷിൻഡെയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തു. ഉപമുഖ്യമന്ത്രിയായി മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കൂടി ചേർന്നതോടെ ആ സഖ്യം കൂടുതൽ ദൃഢമായി. 2022 ജൂലൈയിൽ അജിത് പവാർ വീണ്ടും രാഷ്ട്രീയ നാടകത്തിന് തിരികൊളുത്തി. 8 MLAമാരുമായി BJP സഖ്യത്തിൽ ചേർന്ന അജിത് കുമാർ
ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി. തുടർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കോൺഗ്രസ്, NCP, ശിവസേന സഖ്യം ശക്തമായ തിരിച്ചുവരവ് നടത്തിയെങ്കിലും ഇപ്പോഴിതാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ തകർന്നടിഞ്ഞു നിൽക്കുന്നു. പാതിരാ കരുനീക്കങ്ങളും പുലർകാല സത്യപ്രതിജ്ഞയുമൊക്കെ വല്ലാത്ത കാഴ്ചകളാണ് കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ മഹാരാഷ്ട്ര രാഷ്ട്രീയ ഭൂപടത്തിൽ കണ്ടത്. നയത്തിലും നിലപാടുകളിലുമൊക്കെ മോരും മുതിരയും പോലെ ഒരിക്കലും ചേരുംപടി ചേരാതെ നിൽക്കുന്ന 3 പാർട്ടികളാണ് മഹാവികാസ് അഘാഡിയുടെ പതനത്തിന് കാരണം. അയോധ്യ, ഹിജാബ് തുടങ്ങിയ പല വിവാദ വിഷയങ്ങളിലും വ്യത്യസ്ത നിലപാടുകളാണ് അവർ കൈക്കൊണ്ടത്. ഭരണ നടപടികളിൽ തികഞ്ഞ അസ്വസ്ഥതകൾ ഇവർക്കിടയിൽ പുകഞ്ഞു. ശിവസേനയുടെ ചേർച്ച BJPയുമായാണ് എന്ന് വിശ്വസിക്കുന്ന നേതാക്കളും പ്രവർത്തകരും ഏറെയുണ്ട് കോൺഗ്രസിൽ. BJP രാഷ്ട്രീയത്തിൻ്റെ ചാണക്യൻ അമിത്ഷാ കരുനീക്കുന്നത് NCPയുടെ ചാണക്യനായ ശരത് പവാറിനെതിരെ. ശരത് പവാറിനെ പ്രായാധിക്യം ബാധിച്ചിരിക്കുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ. 2019 സംഭവിച്ച പാളിച്ചകൾ തിരുത്തുകയായിരുന്നു ഇക്കുറി BJPയുടെ ലക്ഷ്യം. അതുകൊണ്ടുതന്നെ ചതുരംഗക്കളത്തിൽ അവർ സൂക്ഷ്മതയോടെ കരുക്കൾ നീക്കി. സമാനതകളില്ലാത്ത ഈ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് RSS എന്ന പ്രസ്ഥാനം തന്നെ. തങ്ങളുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയിലെ വിജയം സംഘത്തിൻ്റെ അഭിമാന പ്രശ്നമായി മാറി. ഈ വർഷം ആദ്യം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSS പ്രവർത്തകർ പ്രചരണത്തിൽ നിന്ന് മാറിയത് വലിയ തോതിൽ വിമർശനങ്ങൾക്കിടവരുത്തിയിരുന്നു. ഇത് BJP തോൽവിയുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ശിവസേന മുന്നണി മത്സരക്കളത്തിലേക്ക് ഇറങ്ങിയത്. ഒടുവിൽ മഹാരാഷ്ട്രയിൽ ഹരിയാന ആവർത്തിക്കും എന്ന് BJP ശക്തമായ നിലപാടെടുത്തപ്പോൾ അതിനെ പുച്ഛിച്ചു തള്ളുകയായിരുന്നു കോൺഗ്രസ് മുന്നണി. ഒടുവിൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുക്കാൻ കയ്യിലെടുത്തുകൊണ്ട് RSS കളം നിറഞ്ഞു. മഹാരാഷ്ട്രയിലെ BJP നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യത്തിന് അനുകൂലമായി പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിന് വിപുലമായ ജനസമ്പർക്ക പരിപാടികളാണ് RSS സംഘടിപ്പിച്ചത്. RSS അതിൻ്റെ എല്ലാ പരിവാർ സംഘടനകളെയും ഏകോപിപ്പിച്ചു. കൃത്യമായ പദ്ധതികളോടെയായിരുന്നു RSSന്റെ നീക്കം. മഹാരാഷ്ട്രയിലെ 288 മണ്ഡലങ്ങളിലും RSS BJP പ്രവർത്തകരെ ഏകോപിപ്പിച്ച് പ്രവർത്തനങ്ങൾ നടത്തി. സഖ്യകക്ഷികളുമായുള്ള തർക്കങ്ങൾ അപ്പോൾ പരിഹരിച്ചു. തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചേക്കാവുന്ന പ്രാദേശിക വിഷയങ്ങൾ RSS ഏറ്റെടുത്തു പരിഹരിച്ചു. അവസാന വോട്ട് ചെയ്യുന്നതുവരെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യരുത് എന്ന് തങ്ങളുടെ പ്രവർത്തകർക്ക് RSS നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ആഴ്ച മുഴുവൻ സമയ പ്രവർത്തനത്തിന് നിർദ്ദേശവും നൽകി. പ്രവർത്തകരെ നിരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അർദ്ധരാത്രിയിലും ഫോൺ കോളുകൾ നിറഞ്ഞു. ക്ഷേത്രത്തിൽ ഒത്തുകൂടിയതിനു ശേഷം അവർ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഹരിയാനയ്ക്ക് സമാനമായി 5 മുതൽ 10 ആളുകൾ അടങ്ങിയിട്ടുള്ള ചെറുസംഘങ്ങളായി തിരിഞ്ഞായിരുന്നു RSSന്റെ പ്രചരണം. കൂടുതൽ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ടീം വർക്ക്. മഹാരാഷ്ട്രയിലെ ബൂത്തുകളെ 4ആയി തിരിച്ചുകൊണ്ടായിരുന്നു RSSന്റെ പ്രവർത്തനം. ഓരോ ജില്ലയിലും കുറഞ്ഞത് 150 വോളണ്ടിയർമാരെ വിന്യസിച്ചുകൊണ്ട് ഒരു ഗ്രാമീണ വോട്ടർ ബോധവൽക്കരണ പരിപാടിക്കും RSS ഇറങ്ങിത്തിരിച്ചു. ശക്തമായ പ്രവർത്തനങ്ങളോടെ RSS കളം നിറഞ്ഞപ്പോൾ അത് മഹായുതി മുന്നണിയുടെ വിജയത്തിൽ ചെന്നവസാനിച്ചു. ചുരുക്കത്തിൽ ഇന്ത്യ മുന്നണി തളർന്നു വീഴുന്ന കാഴ്ചയാണ് മഹാരാഷ്ട്രയിൽ. ഇത് BJPയുടെ RSSന്റെ മോദിയുടെ അമിത്ഷായുടെ വിജയമായി മാറുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.